ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരങ്ങിണി. ഗ്രീനിംഗ് കോഴിക്കോട്. ഗ്രീൻ ക്ലീൻ കേരള മിഷൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ഗ്രീനിംഗ് കോഴിക്കോട് പദ്ധതിയുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടുന്ന വൃക്ഷത്തൈകൾ സംരക്ഷിക്കുന്നതിനായി നടപ്പാക്കുന്ന വൃക്ഷത്തൈ പരിപാലന പദ്ധതിയുടെ ഭാഗമായാണ് ഹരിത ശുചിത്വ മത്സരങ്ങൾ ഉൾപ്പെടെ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമിടയിൽ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് അവബോധം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി. ഗ്രീൻ ക്ലീൻ കേരള എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ മുഹമ്മദ് ഇഖ്ബാൽ. പരിസ്ഥിതി ദിനത്തിലും തുടർന്നും നാം നടുന്ന വൃക്ഷത്തൈകൾ വേനൽക്കാലത്ത് സംരക്ഷിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി അതിന്റെ വിവിധ ഘട്ടങ്ങളിലുള്ള വളർച്ച പ്രകടമാകുന്ന ഫോട്ടോ ഗ്രീൻ ക്ലീൻ എർത്ത് .org എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗമായ UNEP-യിലേക്ക് കേരള സർക്കാർ മുഖേന സമർപ്പിക്കുവാനുള്ള ഒരു പദ്ധതിയാണ് ഗ്രീൻ ക്ലീൻ കേരള വൃക്ഷത്തൈ പരിപാലന മത്സരം. ഇതോടൊപ്പം കേരളം മാലിന്യമുക്തവും ഹരിതാഭവുമാക്കുവാനുള്ള 1000 കോടി രൂപയുടെ ജനങ്ങൾ തയ്യാറാക്കുന്ന ഒരു ഗ്രീൻ ക്ലീൻ കേരള പ്രോജക്ട് റിപ്പോർട്ടും UNEP-യിലേക്ക് സമർപ്പിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഈ പദ്ധതി ഏറ്റെടുക്കുകയും വർഷം തോറും ഫണ്ട് വകയിരുത്തുകയും ചെയ്തു. തുടർന്ന് ഗ്രീനിംഗ് കോഴിക്കോട് എന്ന പേരിൽ സോയിൽ കൺസർവേഷൻ മുഖേന ഗ്രീൻ ക്ലീൻ കേരള മിഷന്റെ സഹകരണത്തോടെ ഹരിത ശുചിത്വ മത്സരങ്ങൾ ആരംഭിക്കുകയും മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തുന്നവർക്ക് ഗ്രീൻ ക്ലീൻ കേരള മിഷൻ സ്മാർട്ട് ഫോണുകൾ, സ്വർണ്ണ നാണയങ്ങൾ, സൌജന്യ പെട്രോൾ കാർഡുകൾ, ഫലവൃക്ഷത്തൈകൾ മുതലായ സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു വരുന്നുണ്ട്. വിദ്യാലയങ്ങൾക്കും സന്നദ്ധ സംഘടനകൾക്കും റെസിഡൻസ് അസോസിയേഷനുകൾക്കും LSTD വാർഡുകൾക്കും പങ്കെടുക്കാവുന്ന ഈ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ഈ വർഷം മുതൽ പ്രൊഫസർ ശോഭീന്ദ്രന്റെ പേരിൽ 1 ലക്ഷം രൂപയുടെ പുരസ്കാരങ്ങളും സമ്മാനങ്ങളും നൽകുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ തുടക്കം കുറിച്ച പദ്ധതി മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഗ്രീൻ ക്ലീൻ കേരള മിഷൻ. ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ NSS വിദ്യാർത്ഥികളെ പദ്ധതിയുടെ ഭാഗമാക്കുന്നു. കാലിക്കറ്റ് സർവകലാശാല NSS കോർഡിനേറ്റർ ഡോക്ടർ NA ഷിഹാബ്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ വരുന്ന കലാലയങ്ങളിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികളും പ്രോഗ്രാം ഓഫീസേഴ്സും ആയിരിക്കും ഈ പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്നത്. കോഴിക്കോട്, വയനാട്, പാലക്കാട്, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ആദ്യമായി പ്രസ്തുത പരിപാടി ആരംഭിക്കുന്നു. തുടർന്ന് മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നതാണ്. ഈ പദ്ധതിയുടെ പ്രചരണത്തിനായി വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ്. ഹരിതവൽക്കരണവും വൃക്ഷ സംരക്ഷണവുമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. പ്രകൃതി സംരക്ഷണത്തിലൂടെ പൊതുജന നന്മ എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ടു പോകുന്നത്. തീർച്ചയായിട്ടും ഓരോ വിദ്യാർത്ഥിയും പരിസ്ഥിതി ദിനത്തിൽ നടുന്ന വൃക്ഷത്തൈകൾ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കുന്നു. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരാളം മത്സരങ്ങൾ നടത്തുന്നുണ്ട്. മത്സരങ്ങൾക്ക് 1 ലക്ഷം രൂപയിൽ കൂടുതൽ ഉള്ള സമ്മാനങ്ങളും നൽകുന്നുണ്ട്. ഈ പരിപാടി തീർച്ചയായും കേരളത്തിന് ലോകത്തിന്റെ മുന്നിൽ ഒരു മാതൃക ആയിത്തീരും. പ്രൊഫസർ ശോഭീന്ദ്രൻ സ്മാരക പരിസ്ഥിതി അവാർഡിനുള്ള ഹരിത ശുചിത്വ മത്സരങ്ങളുടെ പ്രചരണത്തിനായി ഓൺലൈൻ ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. ക്വിസ് മത്സരത്തിലെ വിജയികൾക്ക് സ്മാർട്ട് ഫോണുകൾ, സ്വർണ്ണ നാണയങ്ങൾ, ഫലവൃക്ഷത്തൈകൾ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സൌജന്യ പെട്രോൾ കാർഡുകൾ മുതലായ സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. മത്സരത്തിന്റെ ചോദ്യങ്ങൾ ലഭിക്കുവാൻ വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ശരിയുത്തരം അയച്ചതിന് ശേഷം ഈ ലിങ്ക്, ഈ മെസ്സേജ് നിങ്ങളുടെ പരമാവധി സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സമ്മാനം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും സമ്മാനം ലഭിക്കുന്നതാണ്. നിങ്ങൾ പൂരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ റഫറൽ നമ്പർ, ആരാണോ നിങ്ങൾക്ക് ഈ സന്ദേശം അയച്ചു തന്നത് അദ്ദേഹത്തിൻ്റെ പേര് രേഖപ്പെടുത്തേണ്ടതാണ്. മത്സരഫലം നേരിട്ട് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശുഭാശംസകളോടെ ശോഭനമായൊരു കേരളത്തിനു വേണ്ടി ഗ്രീൻ ക്ലീൻ കേരളയ്ക്ക് വേണ്ടി ഇക്ബാൽ.